നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ബജറ്റിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെട്ടത്. ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ ബജറ്റിനാണ് സാധ്യതയെന്ന് കരുതിയെങ്കിലും ഭൂനികുതി അടക്കം കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നത്. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. കുടിശ്ശിക 3 എണ്ണം സമയബന്ധിതമായി കൊടുത്തു തീർക്കും. മെഡിസെപ് പദ്ധതി തുടരുന്നതിന് ജീവനക്കാരുമായി ചർച്ച നടത്തും. വയനാട് പുനരധിവാസത്തിന് 750 കോടിയും അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി വകയിരുത്തി. അതേസമയം കേരളത്തിലെ ഭൂനികുതി കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കവേ ധനമന്ത്രി BN ബാലഗോപാലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 50% നികുതി കൂട്ടിയിരിക്കുന്നത്. നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് ഇനി വരിക. ഇതുവഴി വൻ വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടിയിട്ടുണ്ട്. ന്യായവിലയ്ക്ക് അനുസരിച്ച് പാട്ടത്തുകയുടെ നിരക്കിലും മാറ്റം വരും. നികുതി വെട്ടിക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാനും നിയമം ഉൾപ്പെടുത്തും. കോടതി ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 150 കോടി അധിക വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വർധനവുണ്ട്. ഇതിലൂടെ 50% അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തതായാണ് ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ പറഞ്ഞത്. ഈ വിചിത്ര അവകാശവാദം ഉന്നയിച്ചത് ഇന്നത്തെ ബജറ്റ് അവതരണത്തിലായിരുന്നു. കേരളം ഇപ്പോൾ അതിവേഗ വളർച്ചയുടെ പാതയിലാണ് യാത്ര ചെയ്യുന്നതെന്നും സംസ്ഥാനത്തെ ധനകാര്യ സാഹചര്യം സ്ഥിരതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായിരിക്കുകയാണെന്നും ധനമന്ത്രി അവകാശപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് കടുത്ത ധനക്ഷാമം തുടരുന്നുവെന്നും ജീവനക്കാർക്കും പെൻഷൻദാരർക്കുമുള്ള സമയബന്ധിത പണം വിതരണം പോലും അനിശ്ചിതത്വമാവുന്നതാണ് യഥാർത്ഥ സ്ഥിതി. കുടിശ്ശികയില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് ഭരണപക്ഷം അന്വേഷിക്കേണ്ടത്. വളർച്ചയുടെ വാചകങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് സർക്കാർ യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധിയെ മറയ്ക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. ബജറ്റ് പ്രസംഗത്തിന്റെ ആരംഭത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ധനമന്ത്രി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. കേന്ദ്രം സംസ്ഥാനത്തിന് ലഭിച്ച നികുതി വിഹിതം വെട്ടിക്കുറച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കേന്ദ്രത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിൽ മാത്രം കേന്ദ്ര ഭരണകക്ഷി പരിമിതമാവുകയാണ്. സ്വന്തം ധനകാര്യ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പോലും കരുതാം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുണമാകുന്നതിന്റെ പേരിൽ വലിയ വാഗ്ദാനങ്ങൾ നടത്തുമ്പോഴും ഭൂരിപക്ഷം ജനങ്ങൾക്ക് അതിന്റെ ഫലങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്.